ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. അധികാരവും ബഹുമതിയും ആഗ്രഹിക്കുന്നവർ മാത്രമല്ല, നമ്മുടേതല്ലാത്തതുപോലും മറ്റുള്ളവർക്ക് അർഹമായതുപോലും സ്വന്തമാക്കുവാൻ പരിശ്രമിക്കുന്ന അനേകരെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണുവാനായിട്ട് സാധിക്കും. യേശുവിൽ പ്രിയ സഹോദരരെ, എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിൽ സ്നാപക യോഹന്നാൻ പറയുന്നു, ഞാൻ ക്രിസ്തുവല്ല, ക്രിസ്തുവിന് മുമ്പേ അയക്കപ്പെട്ടവനാണ്. അധികാരവും ബഹുമതിയും പിടിച്ചു വാങ്ങിക്കുവാൻ പരിശ്രമിക്കേണ്ടവരല്ല നമ്മൾ, മറിച്ച് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർത്തിയാക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്ന സത്യമാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ സ്നാപക യോഹന്നാൻ നമുക്ക് വെളിപ്പെടുത്തുന്നത്. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പ്രതീക്ഷയുടെ ജനമെല്ലാം ഇവനാണോ ക്രിസ്തുവെന്ന് വിചാരിച്ചു. വേണമെങ്കിൽ ക്രിസ്തുവെന്ന ബഹുമതി, ആ ബഹുമാനം സ്നാപക യോഹന്നാൻ ഏറ്റെടുക്കാമായിരുന്നിട്ടും അപ്രകാരമല്ല സ്നാപക യോഹന്നാൻ ചെയ്യുന്നത്, മറിച്ച് എളിമയോടെ തന്നെ ഏൽപ്പിച്ച ദൗത്യം ആത്മാർത്ഥമായി പൂർത്തിയാക്കുകയാണ് ചെയ്യുന്നത്. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 5-ാം വാക്യത്തിൽ ദൈവം പറയുന്നു, നീ വലിയ കാര്യങ്ങൾ നനയ്ക്കുന്നുവോ, നീ ആഗ്രഹിക്കേണ്ട. ഫിലിപ്പിയർക്ക് ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നു, മാത്സല്യമോ വൃത്താഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്. നാം ജീവിക്കേണ്ടത് അധികാരത്തിനോ ബഹുമാനത്തിനോ വേണ്ടിയിട്ടല്ല, മറിച്ച് വിനയപൂർവ്വം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ പൂർത്തിയാക്കുവാനായിട്ടാണെന്ന് ഈ വചനഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ടാണ് മിക്ക പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ ദൈവം പറയുന്നത്, മനുഷ്യ എപ്രകാരം ജീവിക്കണമെന്ന് ദൈവം നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, ദൈവത്തിന് മുമ്പിൽ വിനയപൂർവ്വം വ്യാപരിക്കുക. വിനയത്തോടെ ജീവിക്കുവാനാണ് നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന ബോധ്യത്തോടുകൂടെ വിനയപൂർവ്വം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ പൂർത്തിയാക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. കാരണം ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നു, ദൈവത്തിന് 2 സിംഹാസനങ്ങളാണുള്ളത്, ഒന്ന് സ്വർഗത്തിലും മറ്റൊന്ന് എളിമയുള്ള ഹൃദയത്തിലും. ഈ ഒരു ബോധ്യത്തോടുകൂടെ അധികാരത്തിനും ബഹുമാനത്തിനും ആഗ്രഹിക്കാതെ വിനയപൂർവ്വം ജീവിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ട അനുഗ്രഹങ്ങളും അധികാരങ്ങളും ബഹുമതിയും ദൈവം നൽകുമെന്നൊരു ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം. 1 പത്രോസ് 5:6 നാം വായിക്കുന്നു, കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ കീഴെ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് നിന്നെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും. ഈ ഒരു ബോധ്യത്തോടുകൂടെ നമുക്ക് അർഹമല്ലാത്ത അധികാരമോ ബഹുമതിയോ ആഗ്രഹിക്കാതെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നാം ആത്മാർത്ഥമായി പൂർത്തിയാക്കുമ്പോൾ നമ്മെ ദൈവം ഉയർത്തുമെന്ന ബോധ്യത്തോടുകൂടി ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാ ദിവസവും വചനം വായിക്കുവാനും വിശുദ്ധിയിൽ ജീവിക്കുവാനും ആത്മാർത്ഥമായി പരിശ്രമിക്കുക. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദത്തിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയായിരിക്കുകയും പ്രസാദിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണാപൂർവ്വം കടാക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.